വീണ്ടും നിങ്ങൾ നോക്കിയേ, വാഹനം മുന്നോട്ടെടുക്കുന്നു, നിർത്തുന്നു, വീണ്ടും മുന്നോട്ടെടുക്കുന്നു, നിർത്തുന്നു, വീണ്ടും മുന്നോട്ടെടുക്കുന്നു, നിർത്തുന്നു. പക്ഷെങ്കിൽ ഇത് നമുക്ക് നിരപ്പ് പ്രതലത്തിൽ ഇതുണ്ട്, നമുക്ക് ഇത്ര ഈസി ആയിട്ട് ചെയ്യാം. പക്ഷെങ്കിൽ കയറ്റത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കിത് ഇത്ര ഈസി ആയിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഡ്രൈവിംഗിൽ വരാൻ സാധ്യതയുണ്ട്. ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടുകൂടി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ ശിക്ഷണത്തിൽ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കൂ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മുടെ ചാനലിലെ അടുത്ത പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. നമ്മളൊരു വാഹനം ഒരു കയറ്റത്തെടുക്കുന്ന സെയിം മെത്തേഡല്ല കയറ്റത്തോട് കൂടിയ ഒരു ട്രാഫിക്കിൽ വണ്ടി എടുക്കുമ്പോൾ ചെയ്യുന്നത്. ചെറിയൊരു വ്യത്യാസം കയറ്റത്തോട് കൂടിയ ട്രാഫിക്കിൽ വണ്ടി എടുക്കുമ്പോൾ ഉണ്ട്. കയറ്റത്തോട് കൂടിയ ട്രാഫിക്കിലെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, മുന്നിൽ കിടക്കുന്ന വാഹനം നീങ്ങുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വാഹനത്തെ മുന്നോട്ട് നീക്കാനായിട്ട് കഴിയണം. മുന്നിൽ കിടക്കുന്ന വാഹനത്തിൻ്റെ വേഗത മനസ്സിലാക്കി ആ വേഗതയിൽ നമ്മുടെ വണ്ടി നീക്കാനായിട്ട് കഴിയണം. ഒപ്പം തന്നെ മുന്നിൽ പോകുന്ന വാഹനം പെട്ടെന്ന് നിർത്തിയാൽ നമുക്ക് ഒരു നിശ്ചിത ഗ്യാപ്പ് ഇട്ട് പെട്ടെന്ന് നമ്മുടെ വാഹനം നിർത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇതിന് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പ്രാക്ടീസ് ഡ്രൈവിങ്ങിൽ ആവശ്യമാണ്. ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഒരു ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാരൻ അല്ലെങ്കിൽ വാഹനം ഓടിച്ച് ഒരുപാട് പരിചയമില്ലാത്ത ഒരു ബിഗിനർ എത്തുമ്പോൾ വെപ്രാളപ്പെട്ടു പോകും. വണ്ടി ഓഫായി പോകുന്ന സാഹചര്യം വരും. പുറകിൽ ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ വണ്ടിയുടെ പുറകിലുണ്ടെങ്കിൽ നമ്മൾ മുഖാന്തരം വലിയ ബ്ലോക്ക് ഉണ്ടാകാനായിട്ടുള്ളൊരു സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത് നിങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം അതാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രയോജനം ചെയ്യും. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് നൽകുക. നിങ്ങളുടെ വിലപ്പെട്ട സംശയങ്ങൾ, നിർദ്ദേശങ്ങൾ അതെല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക. ഇവിടെ മുന്നിലുള്ള കയറ്റത്ത് ഞാൻ വാഹനം നിർത്തിയെടുത്ത് കാണിച്ചു തരാം. അതിനു മുന്നേ നിങ്ങൾ എങ്ങനെയാണ് വണ്ടി എടുക്കുന്നത് എന്നുള്ള ഒരു ഡെമോ ഞാൻ നിങ്ങളെ സ്പീഡിൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കത് ഒരു ധാരണ കിട്ടും. ധാരണ കിട്ടിയതിന് ശേഷം ഞാൻ അത് എങ്ങനെയാണ് ചെയ്തതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ഓക്കെ, ഇപ്പം ഞാനിവിടെ വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. എൻ്റെ കാല് ബ്രേക്കിലേക്ക് എടുത്ത് വെക്കുന്നു, ക്ലച്ച് ചവിട്ടുന്നു, വാഹനത്തിൻ്റെ താക്കോൽ ഓൺ ചെയ്ത് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ്, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ഇപ്പം നിരപ്പ് പ്രതലത്തിലാണ് എൻ്റെ വണ്ടി കിടക്കുന്നത്. എന്നിട്ട് നമ്മൾ കയറ്റത്ത് നിർത്തിയെടുത്ത് കാണിക്കുക. ഇപ്പം നിരപ്പത്തുള്ള ഒരു ട്രാഫിക്കിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുത്തു, എന്നിട്ട് ഇത് ആക്സിലറേറ്റർ പെഡലിലേക്ക് വെക്കുന്നു, ഹാഫ് ക്ലച്ച് പോയിന്റിൽ വന്ന് ഇതേ പതുക്കെ ആക്സിലറേഷൻ കൊടുത്തെടുത്തു, ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചവിട്ടി വണ്ടി നിർത്തി. ഓക്കെ, നിങ്ങളത് ശ്രദ്ധിച്ച് തന്നെ കണ്ടു മനസ്സിലാക്കുക. ബ്രേക്കിൽ നിന്ന് കാലെടുത്തു, ആക്സിലറേറ്റർ പെഡലിലേക്ക് വെച്ചു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നു, പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ചു, വണ്ടി നിർത്താനായിട്ട് ഫസ്റ്റ് ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചവിട്ടി നിർത്തി. വീണ്ടും നിങ്ങൾ നോക്കിയേ, വാഹനം മുന്നോട്ടെടുക്കുന്നു, നിർത്തുന്നു, വീണ്ടും മുന്നോട്ടെടുക്കുന്നു, നിർത്തുന്നു, വീണ്ടും മുന്നോട്ടെടുക്കുന്നു, നിർത്തുന്നു. പക്ഷെങ്കിൽ ഇത് നമുക്ക് നിരപ്പ് പ്രതലത്തിൽ ഇതുണ്ട്, നമുക്ക് ഇത്ര ഈസി ആയിട്ട് ചെയ്യാം. പക്ഷെങ്കിൽ കയറ്റത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കിത് ഇത്ര ഈസി ആയിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഡ്രൈവിങ്ങിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ അതെങ്ങനെയാണെന്ന് നിങ്ങളിവിടെ കാണിച്ചു തരാം. നിങ്ങൾ നോക്കുക, വണ്ടി ഇവിടെ നിർത്താനായിട്ട് ഫസ്റ്റ് ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വന്ന് വാഹനം ഞാനിവിടെ നിർത്തി. ഓക്കെ, എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്കിവിടെ കയറ്റമായത് കൊണ്ട് തന്നെ കയറ്റത്തോടു കൂടിയ ട്രാഫിക്കിലെ ഏറ്റവും വലിയ ഒരു നമ്മൾക്കുണ്ടാകാൻ പോകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ബ്രേക്ക് അയച്ചു കഴിഞ്ഞാൽ വണ്ടി ബാക്കിലേക്ക് പോകുന്ന ഈ ഒരു പ്രോബ്ലമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷനും 3 പെഡലും നമുക്ക് പെട്ടെന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഡ്രൈവിങ്ങിൽ കഴിയണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഈ ബ്രേക്കിൽ നമ്മൾ കാല് ചവിട്ടുന്ന സാഹചര്യങ്ങളിൽ ഇപ്പം ഞാൻ ബ്രേക്കിൻ്റെ മുകളിൽ എൻ്റെ കാലിങ്ങനെ ചവിട്ടി പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് കാലിൻ്റെ അടിഭാഗം ഞാൻ മെല്ലെ ഫ്ലോറിലേക്ക് വെച്ചു. ഓക്കെ, എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ എന്തിനാണ് ഇങ്ങനെ വെച്ചതെന്ന് ചോദിച്ചാൽ, ഇനി എനിക്ക് ബ്രേക്ക് പെഡലിൽ നിന്ന് കാലിങ്ങനെ എടുത്ത് ചെരിച്ച് ആക്സിലറേഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് വേഗത്തിൽ ആക്സിലറേഷൻ കൊടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ബ്രേക്കിൽ നിന്ന് ഇങ്ങനെ കാല് പൊക്കിയാണ് ആക്സിലറേഷൻ കൊടുക്കുന്നതെങ്കിൽ നമുക്കൊരു ലാഗ് വരും. ഈ ലാഗ് വരുമ്പോൾ തന്നെ വണ്ടി ബാക്കിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, അമിത ആക്സിലറേഷനിലേക്ക് എത്താനും സാധ്യതയുണ്ട്. അപ്പോൾ ആക്സിലറേഷൻ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാലിൻ്റെ അടി ഇതുപോലെ തന്നെ ഫ്ലോറിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ബ്രേക്കിലേക്ക് നമ്മൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഇടത്തേക്കാല് ക്ലച്ചിൽ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്,
ക്ലച്ചിൽ നിന്ന് നമ്മൾ പതുക്കെ കാലിങ്ങോട്ട് റിലീസ് ചെയ്ത് വരുന്നു. റിലീസ് ചെയ്ത് വരുമ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ വിറയൽ വരുമല്ലോ. ഈ വിറയൽ വരുന്ന സാഹചര്യത്തിലുള്ള ആദ്യത്തെ പോയിന്റ് അല്ല നിങ്ങൾ നോക്കേണ്ടത്. ആദ്യത്തെ പോയിന്റും കഴിഞ്ഞ് ഇത്തിരി കൂടെ അയക്കുമ്പോൾ വാഹനത്തിൻ്റെ വിറയൽ ഒരു ശകലം കൂടെ കൂടുന്ന സാഹചര്യം വരും. എന്നാൽ ഒത്തിരി വിറപ്പിക്കാനും പാടില്ല. ഒത്തിരി വിറപ്പിച്ചാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ വണ്ടി ഓഫ് ആകും. അപ്പം തീർത്തും വിറയൽ തുടങ്ങുന്ന പോയിന്റും ആകരുത്, ക്ലച്ച് തീർത്തും അയച്ച് ഒരുപാട് വിറപ്പിക്കുന്ന പോയിന്റും ആകരുത്. ഒരുപാട് വിറപ്പിക്കുന്ന പോയിന്റ് ആയാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ വാഹനം ഓഫ് ആകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതിനിടയിലുള്ള ഒരു ചെറിയ പോയിന്റ് ഉണ്ട്. ജസ്റ്റ് ആ പോയിന്റ് ഒന്ന് ബാലൻസ് ചെയ്ത് പിടിച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ട ട്രിക്ക് എന്ന് പറയുന്നത് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് നമ്മൾ ആക്സിലറേഷൻ ഇങ്ങോട്ട് കൊടുക്കുമല്ലോ. ഇങ്ങോട്ട് ആക്സിലറേഷൻ നമ്മൾ എന്നിങ്ങനെ പമ്പ് ചെയ്ത് കൊടുക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ എപ്പോൾ ആക്സിലറേഷൻ കൊടുക്കുന്നു ആ സമയത്ത് തന്നെ ഈ ക്ലച്ച് പോയിന്റിൽ നിന്ന് നമ്മൾ ബാലൻസ് ചെയ്ത് പിടിച്ച ഈ ക്ലച്ച് പോയിന്റിൽ നിന്ന് ഇത്തിരി കൂടെ കാല് റിലീസ് ചെയ്യുക, ഒരു പൊടിക്ക് റിലീസ് ചെയ്യുക. പൊടിക്ക് റിലീസ് ചെയ്യുമ്പോൾ നമ്മളുടെ വാഹനം നന്നായിട്ട് വിറയ്ക്കുന്ന ഹാഫ് ക്ലച്ച് പോയിന്റിലേക്ക് വരും. ആ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വാഹനം ക്ലച്ചിലോ ആക്സിലറേഷനിലും നിൽക്കും. ആ വിറയ്ക്കുന്ന പോയിന്റിന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോവുകയും ചെയ്യും. ഇപ്പം ഞാനത് നിങ്ങളെ കാണിച്ചു തരാം. ബ്രേക്കിൽ ഞാൻ കാല് വെച്ചിട്ട് പെട്ടെന്ന് ആക്സിലറേഷൻ കൊടുത്ത ഒരു ക്ലച്ച് പോയിന്റിൽ നിന്ന് ഒരു പൊടിക്ക് റിലീസ് ചെയ്തപ്പോൾ ഇതുണ്ടോ എൻ്റെ വാഹനം കയറ്റത്ത് നിൽക്കുകയാണ്. അതായത് ബ്രേക്കിന്റെ സഹായമില്ലാതെ കയറ്റത്ത് എൻ്റെ വണ്ടി ക്ലച്ചിൽ നിൽക്കുകയാണ്. ഒപ്പം തന്നെ ആക്സിലറേഷൻ കൊടുത്തപ്പം ക്ലച്ചിലും ആക്സിലറേഷനുമായിട്ട് വാഹനം ബാക്കിലേക്ക് പോകാതെ നിൽക്കുകയാണ്. അപ്പം ബാക്കിലേക്ക് പോകാതെ നിൽക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ മുന്നോട്ട് കൊടുത്ത ആക്സിലറേഷനും ക്ലച്ചിൽ നിന്ന് അയച്ച് നമ്മൾ പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്ത ഹാഫ് ക്ലച്ച് പോയിന്റ് ഒരേ രീതിയിൽ വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ വണ്ടി പുറകിലേക്ക് പോകില്ല. കാരണം മുന്നോട്ടുള്ള ആക്സിലറേഷൻ കൊടുത്തു, ക്ലച്ചിൽ നിന്ന് ഒരു പൊടിക്കും കൊണ്ട് അയച്ചു. അപ്പോൾ വണ്ടി എന്ത് ചെയ്യും, മുന്നോട്ട് പോകാനായിട്ടുള്ള രീതിയിൽ നിൽക്കും. ഇങ്ങനെ നിങ്ങളുടെ വണ്ടിയെ നിർത്താൻ പഠിക്കണം. ഇങ്ങനെ നിർത്താൻ പഠിച്ചു കഴിഞ്ഞാൽ മുന്നിലൊരു വാഹനം എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് നമ്മൾ സാവധാനം അയക്കണം. ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് നിങ്ങൾ പെട്ടെന്ന് അയച്ച വണ്ടി ഓഫ്. ഇതൊരു പൊടിക്ക് ഞാൻ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് അയച്ച് പതുക്കെ ആക്സിലറേഷൻ കൊടുത്തപ്പോൾ എൻ്റെ വണ്ടി ഇതുകൊണ്ട് നീങ്ങി. ഇനി എനിക്ക് വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും എന്ത് ചെയ്യും, ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വരുന്നു. എന്നിട്ട് വീണ്ടും ഞാൻ വാഹനം എടുക്കാൻ പോവാണ്. നിങ്ങൾ നോക്കുക, ഹാഫ് ക്ലച്ചിൻ്റെ ബ്രേക്കിൽ എൻ്റെ കാലുണ്ട്. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് വന്ന് ബാലൻസ് ചെയ്ത് പിടിക്കുന്നു. ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ചിലും ആക്സിലറേഷൻ നിർത്തി, ആക്സിലറേഷൻ കൊടുത്തോണ്ട് ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് അയച്ചു, വണ്ടി നീങ്ങി. ഇനി വണ്ടി വീണ്ടും നിർത്താനായിട്ട് എന്ത് ചെയ്തു, വീണ്ടും ക്ലച്ച് അങ്ങ് ചവിട്ടി താഴ്ത്തി ബ്രേക്കിലേക്ക് വന്നു. ആദ്യം കയറി ബ്രേക്ക് ചവിട്ടരുത്, കയറ്റമാണ്. നമ്മൾ ഫസ്റ്റ് കയറി ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി അവിടെ എഞ്ചിൻ അടിച്ച് ഓഫ് ആവും. വീണ്ടും നിങ്ങൾ നോക്കുക, ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് ഫസ്റ്റ് സ്റ്റെപ്പ് ഹാഫ് ക്ലച്ചിനോട് അടുത്ത പോയിന്റ് നമ്മൾ ബാലൻസ് ചെയ്യുന്നു. സെക്കൻഡ് സ്റ്റെപ്പ് ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് പെട്ടെന്ന് ആക്സിലറേഷൻ. തേർഡ് സ്റ്റെപ്പ് ആക്സിലറേഷൻ കൊടുക്കുന്ന സെയിം ടൈമിൽ ക്ലച്ച് റിലീസ് ചെയ്ത് വണ്ടി ക്ലച്ചിലും ആക്സിലറേഷനിലും നിർത്തുന്നു. അടുത്ത സ്റ്റെപ്പ് ആക്സിലറേഷൻ കൊടുത്തോണ്ട് ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് നമ്മൾ പതുക്കെ കാല് റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ വാഹനത്തെ ഇതുപോലെ നമുക്ക് ക്ലച്ചിലും ആക്സിലറേഷനിലും നമുക്ക് നിർത്താൻ കഴിയും. നമ്മുടെ വാഹനം ഒരു കാരണവശാലും ബാക്കിലേക്ക് റോൾ ആകത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഇത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ കൃത്യമായിട്ട് പ്രാക്ടീസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് പ്രാക്ടീസ് എടുത്തുള്ള പ്രധാനപ്പെട്ട ഗുണം എന്താണ്, നിങ്ങൾക്കൊരു എത്ര വലിയ ട്രാഫിക്കിലും വണ്ടി എടുക്കാനായിട്ട് സാധിക്കും. അത് കയറ്റത്തോടു കൂടിയ ട്രാഫിക്കിൽ എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനം ഒരു ജംഗ്ഷൻ ടേൺ എടുക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ ഈ ട്രിക്കാണ് നമ്മൾ ഡ്രൈവിങ്ങിൽ യൂസ് ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട സംശയങ്ങൾ അതുപോലെ തന്നെ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ മറ്റ് കമൻസുകളെല്ലാം കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. അതുപോലെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ നൽകുക. ഓക്കെ, അപ്പം നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.